വെൽക്കം ബാക്ക് ടു കൊമേഴ്സ് ഫോർ HSS യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്പ്രെഡ്ഷീറ്റിൻ്റെ സ്പ്രെഡ്ഷീറ്റ് ഓപ്പറേഷൻസ്, അതിൻ്റെ നാവിഗേഷൻ, അങ്ങനെയൊക്കെയാണ് ഡാറ്റ എൻട്രി ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്പ്രെഡ്ഷീറ്റിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഇത്രയും കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പ്രെഡ്ഷീറ്റ് ഓപ്പറേഷൻസ്. എങ്ങനെയാണ് ഒരു സ്പ്രെഡ്ഷീറ്റ് ഓപ്പറേഷൻ ചെയ്യാം, എങ്ങനെയാണ് ഒരു സ്പ്രെഡ്ഷീറ്റ് ഓപ്പൺ ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു സ്പ്രെഡ്ഷീറ്റ് നമുക്ക് എങ്ങനെയാണ് ക്ലോസ് ചെയ്യുക, അതുപോലെ ഒരു സ്പ്രെഡ്ഷീറ്റിനെ ഡിലീറ്റ് ചെയ്യുക, ഒഴിവാക്കണമെങ്കിൽ എങ്ങനെ ഒഴിവാക്കാം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സ്പ്രെഡ്ഷീറ്റ് ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റ് വരുന്നത് ഓപ്പൺ എ വർക്ക്ഷീറ്റ്. ഒരു വർക്ക്ഷീറ്റ് നമ്മൾ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് നോക്കാം. സ്റ്റെപ്സ് നെക്സ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ടു ഓപ്പൺ എ ന്യൂ വർക്ക്ഷീറ്റ്, ഫസ്റ്റ് സെലക്ട് ഫയൽ സെലക്ട് ചെയ്യുക. ഫയലിൽ ന്യൂ, നമ്മൾ ഏറ്റവും ടോപ്പിൽ കാണാം ഫയൽ ഉണ്ടാവും. ആ ഫയലിൻ്റെ അകത്ത് ന്യൂ എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ഒരു പുതിയ ഫയൽ നമ്മളൊരു പുതിയ ഫയൽ ആദ്യമായിട്ടൊരു വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഫയലിൽ ന്യൂ എന്നുള്ളത് കൊടുക്കേണ്ടത്, ഫയൽ ന്യൂ. അപ്പോൾ നമുക്കൊരു പുതിയ വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇത് നേരത്തെ നമ്മൾ ചെയ്തൊരു ഫയലാണെങ്കിൽ, നേരത്തെ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചൊരു ഫയലാണെങ്കിൽ അത് ഓപ്പൺ ചെയ്യാൻ എന്ത് ചെയ്യണം, ഫയലിൽ ഓപ്പൺ എന്നുള്ളത് കൊടുക്കുന്നത്. അപ്പോൾ പുതിയ ഫയലാണെങ്കിൽ ന്യൂ എന്ന് കൊടുക്കുക. നേരത്തെ ചെയ്ത ഫയലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഫയലിൽ ഓപ്പൺ എന്ന് കൊടുക്കേണ്ടത്. അതിന് സെലക്ട് ദ ഫയൽ നെയിം. അപ്പോൾ നമ്മളിവിടെ നോക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഫയൽ ഇതാണ് ഫയൽ എന്ന് പറയുന്നത്. ഇത് ഫയലിൽ ന്യൂ ഉണ്ട്, ഓപ്പൺ ഉണ്ട്, സേവ് ഉണ്ട്. അപ്പോൾ നമ്മൾ ന്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാം, പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്യാം. പുതുതായിട്ടൊരു ഫയൽ വർക്ക്ഷീറ്റ് ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു പുതിയ വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓപ്പൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിലവിൽ നേരത്തെ നമ്മൾ ചെയ്ത് വെച്ചൊരു ഫയൽ ഓപ്പൺ ചെയ്യാനാണ് ഓപ്പൺ എന്നുള്ളത് ഉപയോഗിക്കാം. ഇപ്പോൾ രണ്ട് ഓപ്ഷനാണ്. ന്യൂ എന്നുള്ളത് പുതിയൊരു ഫയൽ, ആദ്യമായിട്ട് നമ്മൾ വർക്ക് ബുക്ക് പുതിയൊരു വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ന്യൂ എന്ന് കൊടുക്കുക. നേരത്തെ ചെയ്ത് വെച്ച വർക്ക് ബുക്കാണെങ്കിൽ, നേരത്തെ ചെയ്ത് വെച്ച ഫയലാണെങ്കിൽ അവിടെ നമ്മൾ ഓപ്പൺ എന്നുള്ളതാണ് ഉപയോഗിക്കേണ്ടത്. നെക്സ്റ്റ് പറഞ്ഞത് സേവ് എ വർക്ക്ഷീറ്റ്. നമ്മൾ ചെയ്ത് വെച്ചൊരു ഫയൽ നമുക്ക് സേവ് ചെയ്യണം. അപ്പോൾ അതിലും ഇതിനാണ് ഫയലിൽ സേവ്. ഒന്ന് ഫയൽ സേവ് എന്ന് കൊടുക്കുക. ഇനി ഗിവ് എ ഫയൽ നെയിം, ഒരു ഫയൽ നെയിം കൊടുക്കാം. രണ്ടാമത് ഫയൽ സേവ് ആസ്. നമ്മളിപ്പോൾ നേരത്തെ ഒരു ഫയൽ ഓൾറെഡി ഒരു പിന്നെ സേവ് ചെയ്ത് വെച്ചു. ഇനി ആ ഫയൽ നമുക്ക് വേറൊരു പേരിൽ സേവ് ചെയ്തെങ്കിൽ സേവ് ആസ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഫയൽ ഒരു പേര് കൊടുത്ത് നമ്മൾ സേവ് ചെയ്ത് വെച്ചു. എങ്കിൽ നമ്മളത് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഫയൽ ഓപ്പൺ കൊടുത്ത് സേവ് ചെയ്തു, അല്ല ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഫയൽ തന്നെ എന്ത് ചെയ്യണം, പുതിയൊരു പേര് നമ്മളതിൽ കുറേ മാറ്റം വരുത്തി. ആ മാറ്റം വരുത്തിയ ഫയൽ എന്ത് ചെയ്യണം, വേറൊരു ഫയലായിട്ട് സേവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫയലിൽ സേവ് ആസ് കൊടുക്കാം. അപ്പോൾ സേവ് ആസ് കൊടുത്താൽ നേരത്തെ ഫയൽ അവിടെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ കൊടുക്കുന്ന ഫയൽ എന്ത് ചെയ്യും, പുതിയൊരു ഫയലായിട്ട് വേറെ സേവ് ചെയ്യും. മൂന്നാമത്തത് യൂസ് സേവ് ഐക്കൺ. നമുക്ക് ഇതിൻ്റെ മേലെ ഏറ്റവും ടോപ്പിൽ ഒരു സേവ് ഐക്കൺ ഉണ്ടാവും. ആ സേവ് ഐക്കൺ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. അപ്പോൾ 3 രീതിയിൽ ചെയ്യാം. ഒന്ന് ഫയലിൽ സേവ് എന്ന് കൊടുക്കുക, പിന്നെ ഫയലിൽ സേവ് ആസ് എന്ന് കൊടുക്കാം. മൂന്നാമത് യൂസ് സേവ് ഐക്കൺ. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇവിടെ ഒന്നും ചെയ്യുന്നത്. ഇതാണ് സേവ് എ വർക്ക്ഷീറ്റ്. നമ്മൾ ഒരു വർക്ക്ഷീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വർക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എങ്ങനെ സേവ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ക്ലോസ് എ വർക്ക്ഷീറ്റ്. ഒരു വർക്ക്ഷീറ്റ് നമ്മൾ എങ്ങനെയാണ് ക്ലോസ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ഫയലിൽ ക്ലോസ് അല്ലെങ്കിൽ എക്സിറ്റ്. അപ്പോൾ ഫയലിലെടുക്കുക, ഫയലിനകത്ത് എന്ത് ചെയ്യുക, ക്ലോസ് അല്ലെങ്കിൽ എക്സിറ്റ് കൊടുക്കുക. അല്ലെങ്കിൽ ക്ലിക്ക് ഓൺ ക്ലോസ് വിൻഡോ ഓൺ ദ റൈറ്റ് ടോപ്പ് കോർണർ. നമുക്ക് റൈറ്റ് ടോപ്പ് കോർണറിൽ ഏറ്റവും റൈറ്റ് ടോപ്പ് കോർണറിൽ ഒരു ഇൻറ്റു മാർക്ക് കാണാം. ആ ഇൻറ്റു മാർക്ക് ഉപയോഗിച്ച് എന്ത് ചെയ്യാം, അത് ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, ആ ഫയൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. അത് ഞാൻ കാണിച്ചത് എങ്ങനെയാണ്. അപ്പോൾ 2 രീതിയിലാണ് ഫയൽ ക്ലോസ് ചെയ്യുന്നത്. ഒന്ന് ഫയലിൽ ക്ലോസ് അല്ലെങ്കിൽ എക്സിറ്റ് എടുക്കുക. രണ്ടാമത് പറയുന്നത് ക്ലിക്ക് ഓൺ ക്ലോസ് വിൻഡോ ഓൺ ദ റൈറ്റ് ടോപ്പ് കോർണർ. റൈറ്റ് ടോപ്പ് കോർണറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുക. എവിടെ ക്ലിക്ക് ചെയ്യണം, അതായത് ഒരു ക്ലോസ് ബോക്സ് അല്ലെങ്കിൽ ക്ലോസ് വിൻഡോ ഉണ്ടാവും. ക്ലോസ് വിൻഡോ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ആ ക്ലോസ് വിൻഡോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഫയൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് വരുന്നത് ഇതാണ് ക്ലോസ് വിൻഡോ. ഇതിൻ്റെ ഏറ്റവും റൈറ്റ് സൈഡിൽ കാണുന്ന ഇതിനാണ് ക്ലോസ് വിൻഡോ എന്ന് പറയുന്നത്. അതുപോലെ ഫയൽ എക്സിറ്റ് അല്ലെങ്കിൽ ക്ലോസ് ഉപയോഗിക്കാം. കിറ്റ് നമ്മളെങ്ങനെയാണ് ഇതിനകത്ത് നേരത്തെ നമ്മൾ വർക്ക്ഷീറ്റിനകത്ത് മാത്രമേ പുറത്തു പോകുന്നുള്ളൂ. പക്ഷേ ലിബ്രെ ഓഫീസ് കാൽക്ക് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നേരത്തെ നമ്മൾ ക്ലോസ് വർക്ക്ഷീറ്റ് എന്ന് പറയുമ്പം ക്ലോസ് വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞാൽ ആ വർക്ക്ഷീറ്റ് മാത്രമാണ് ക്ലോസ് ചെയ്യുന്നത്. പക്ഷേ ലിബ്രെ ഓഫീസ് കാൽക്ക് നമ്മൾ എന്ത് ചെയ്യില്ല, ക്ലോസ് ചെയ്യില്ല.
ഇപ്പോൾ ക്വിറ്റ് ലിബർ ഓഫീസ് കാൽക്ക്, ആ ലിബർ ഓഫീസ് കാൽക്കിൻ്റെ അകത്ത് നമ്മൾ എങ്ങനെയാണ് പിന്നെ ക്വിറ്റ് ചെയ്തത്, എൻ്റയർ ആപ്ലിക്കേഷൻ വിൽ ബി അൺലോഡഡ് ഫ്രം ദി ആക്റ്റീവ് മെമ്മറി. അപ്പോൾ മെമ്മറിയിൽ നിന്ന് കംപ്ലീറ്റ് ഉണ്ടാവും, കമ്പ്യൂട്ടർ മെമ്മറിയിൽ നിന്ന് അത് കംപ്ലീറ്റ് ആയിട്ട് പോകും. അങ്ങനെ പോയിട്ട് ഫയലിൽ എക്സിറ്റ് ആവുന്നുണ്ട്, ഫയലിൽ എക്സിറ്റ് ലിബർ ഓഫീസ്. അല്ലെങ്കിൽ ക്ലിക്ക് ഓൺ ക്ലോസ് വിൻഡോൻ്റെ റൈറ്റ് ടോപ്പ് കോർണർ, നേരത്തെ പറഞ്ഞ പോലെ റൈറ്റ് ടോപ്പ് കോർണറിലുള്ള ക്ലോസ് വിൻഡോ നമുക്ക് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്താലും ലിബർ ഓഫീസ് കാൽക്കിനകത്ത് ക്ലിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ലിബർ ഓഫീസ് കാൽക്കിന് ക്ലിക്ക് ചെയ്തതും വർക്ക്ഷീറ്റ് ക്ലോസ് ചെയ്യുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. വർക്ക്ഷീറ്റ് ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ആ വർക്ക്ഷീറ്റ് മാത്രം, പർട്ടിക്കുലർ വർക്ക്ഷീറ്റാണ് ക്ലോസ് ചെയ്യുന്നത്. ക്വിറ്റ് ലിബർ ഓഫീസ് കാൽക്ക് ലിബർ ഓഫീസ് കാൽക്കിനുള്ള സോഫ്റ്റ്വെയറിനകത്താണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ ആക്റ്റീവ് മെമ്മറിനകത്ത് എന്താവും, ലിബർ ഓഫീസ് കാൽക്ക് ക്ലോസ് ചെയ്യും. നെക്സ്റ്റ് ആഡ് എ വർക്ക്ഷീറ്റാണ്. നമുക്കൊരു വർക്ക്ഷീറ്റ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ഓൺ ദ മൗസ് ഇൻ ദ ടാബ് ഏരിയ ആൻഡ് സെലക്ട് ഇൻസേർട്ട് ഷീറ്റ്. അത് നമ്മൾ താഴെ നമുക്ക് ടാബ് കാണും, ഷീറ്റ് ടാബ് കാണും. ആ ഷീറ്റ് ടാബിനകത്ത് അവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം, മൗസ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് ഷീറ്റ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ക്ലിക്ക് ഓൺ പ്ലസ് മാർക്ക് നിയർ ദ ഷീറ്റ് ടാബ്. ഷീറ്റ് ടാബിൻ്റെ സൈഡിൽ ഒരു പ്ലസ് മാർക്ക് കാണും, ആ പ്ലസ് മാർക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ഷീറ്റ് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ടാബിനകത്ത് എന്ത് ചെയ്യാം, ഇൻസേർട്ട് ഷീറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഷീറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഷീറ്റ് എന്നുള്ള ഓപ്ഷനിൽ ഇൻസേർട്ട് ഷീറ്റ് എടുക്കാം. 3 ഓപ്ഷൻസ് ആണ് പറഞ്ഞത്. ഒന്ന് റൈറ്റ് ക്ലിക്ക് ഓൺ മൗസ് ഓൺ ഷീറ്റ് ടാബ്, താഴെയുള്ള ഷീറ്റ് ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് ഷീറ്റ് കൊടുക്കാം. അതാണ് ഒന്നാമത്തെ ഇവിടെ കാണിച്ചത്. രണ്ടാമത് പറയുന്നത് ക്ലിക്ക് ഓൺ പ്ലസ് ബട്ടൺ. ഇവിടെ താഴെ പ്ലസ് ബട്ടൺ ഉണ്ടാവും, ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഇതാവും പുതിയ ഷീറ്റ് ആഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ടാബിനകത്ത് ഷീറ്റിൽ ഇൻസേർട്ട് ഷീറ്റ് കൊടുത്താലും നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ഷീറ്റ് ആഡ് ചെയ്യാം. നെക്സ്റ്റ് ഡെലീറ്റ് വർക്ക്ഷീറ്റ്. ഒരു വർക്ക്ഷീറ്റ് എങ്ങനെയാണ് ഡെലീറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഡെലീറ്റ് വർക്ക്ഷീറ്റ് വർക്ക്ഷീറ്റ് ഡെലീറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ദ മൗസ് ഓൺ ദ ഷീറ്റ് ടു ബി ഡെലീറ്റഡ്. നമുക്ക് ഏത് ഷീറ്റാണോ ഡെലീറ്റ് ചെയ്യുന്നത് അതിൻ്റെ മേലെ എന്ത് ചെയ്യണം, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഡെലീറ്റ് ഷീറ്റിന് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. ദെൻ റീനെയിം എ വർക്ക്ഷീറ്റ്. ഒരു വർക്ക്ഷീറ്റിൻ്റെ പേര് നമുക്ക് എങ്ങനെ മാറ്റാം? നമുക്ക് ബൈ ഡിഫോൾട്ട് ഷീറ്റിൻ്റെ പേര് വരുന്നത് ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3, ഷീറ്റ് 4 അങ്ങനെയാണ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആ ഷീറ്റിന് നമുക്ക് എന്ത് ചെയ്യാം, പേര് മാറ്റി കൊടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഓരോ ഷീറ്റിനകത്തും ഓരോ ഡാറ്റാസ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ നിൽക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒന്നാമത്തെ ഷീറ്റിനകത്ത് നമ്മൾ ഫസ്റ്റ് ടേമിൻ്റെ മാർക്കാണ് വരും. അപ്പോൾ നമ്മൾ അതിൻ്റെ പേര് എന്താക്കണം, ഫസ്റ്റ് ടേം ആക്കണം. രണ്ടാമത്തെ ഷീറ്റിൽ സെക്കൻഡ് ടേമിൻ്റെ മാർക്ക് കൊടുത്തു, അപ്പോൾ സെക്കൻഡ് ടേം ആക്കണം. മൂന്നാമത്തെ ഷീറ്റിൽ തേർഡ് ടേമിൻ്റെ മാർക്ക് കൊടുത്തു, അപ്പോൾ തേർഡ് ടേമിൽ എന്താണ്, തേർഡ് ടേമിന് അതിൻ്റെ പേര് മാറ്റണം. അപ്പോൾ അങ്ങനെ ഓരോ ഷീറ്റിൻ്റെ പേര് നമുക്ക് റീനെയിം ചെയ്യാം. റീനെയിം ചെയ്യുമ്പോഴേക്ക് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ ഷീറ്റിൻ്റെ മേലെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നു, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് റീനെയിം എന്നത് കൊടുക്കാം. അപ്പോൾ നോക്കാം എങ്ങനെ ചെയ്യുന്നുള്ളത്. ലിബർ ഓഫീസ് കാൽക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം ചെയ്യേണ്ടത് ആപ്ലിക്കേഷനിൽ പോകുന്നു. ആപ്ലിക്കേഷനിൽ ഓഫീസ് എടുക്കുക. അപ്പോൾ ഓഫീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലിബർ ഓഫീസിൻ്റെ ഒരുപാട് സോഫ്റ്റ്വെയർസ്, ലിബർ ഓഫീസ് ബേസ്, കാൽക്ക്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമ്മൾ ലിബർ ഓഫീസ് കാൽക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ലിബർ ഓഫീസ് കാൽക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു സ്ക്രീനാണ് ലഭിക്കുന്നത്. ദിസ് ഈസ് കോൾഡ് എ വർക്ക് ബുക്ക്. ലിബർ ഓഫീസ് കാൽക്കിൻ്റെ ഒരു ഫയലിന് പറയുന്ന പേരാണ് വർക്ക് ബുക്ക്. അപ്പോൾ വർക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഷീറ്റ്സ്. പക്ഷെ നമ്മൾ ഒരു ലിബർ ഓഫീസ് കാൽക്കിൻ്റെ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫസ്റ്റിലൊരു വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഡിഫോൾട്ടായിട്ട് ഒരു ഷീറ്റ് ഓഫ് പേപ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഷീറ്റിൻ്റെ പേര് ഷീറ്റ് 1 ആയിരിക്കും. പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഫയലിനുള്ളിലേക്ക് ന്യൂ എന്ന് കൊടുക്കാം. ഫയൽ ന്യൂ എന്നിട്ട് അതിനകത്ത് നിന്നു ഫയൽ ന്യൂ എടുത്തിട്ട് സ്പ്രെഡ്ഷീറ്റ് എടുക്കാം. ഫയൽ ന്യൂ സ്പ്രെഡ്ഷീറ്റ്. പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്യാൻ ഫയൽ ന്യൂ സ്പ്രെഡ്ഷീറ്റ്. അപ്പോൾ പുതിയൊരു ഫയൽ ഓപ്പൺ ആവും. കണ്ടോ, പുതിയൊരു ഫയൽ. നേരത്തെ പറഞ്ഞത് ഇപ്പോൾ അൺടൈറ്റിൽഡ് 2 ആണ്, നേരത്തെ അൺടൈറ്റിൽഡ് 1 ആണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യത്തെ ഫയലാണെങ്കിൽ അൺടൈറ്റിൽഡ് 1 ആയിരിക്കും, രണ്ടാമത്തെ ഫയലാണെങ്കിൽ അൺടൈറ്റിൽഡ് 2 ആയിരിക്കും, അങ്ങനെ അൺടൈറ്റിൽഡ് 3, അൺടൈറ്റിൽഡ് 4 അങ്ങനെയാണ് ഫയൽ നെയിം വരിക കേട്ടോ. ഇത് നമ്മൾ രണ്ടാമത് പറയുന്നത് ഫയൽ ഓപ്പൺ. അപ്പം നേരത്തെ നമ്മൾ ചെയ്ത് വെച്ചൊരു ഫയൽ, നേരത്തെ നമ്മൾ സേവ് ചെയ്ത് വെച്ചൊരു ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയാണ് ഓപ്പൺ എന്നുള്ള ഉപയോഗിക്കാം. അപ്പോൾ ഫയൽ ഓപ്പൺ എന്ന് കൊടുക്കാം.
അപ്പോൾ ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഓപ്പൺ കൊടുക്കുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ചെയ്ത് വെച്ച ഫയൽ ഇപ്പോൾ യൂസർ ഡോക്യുമെൻറ്റ്സിലുള്ളത് അപ്പോൾ നമുക്ക് ഏതിൽ സൈഡിൽ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഡെസ്ക്ടോപ്പ് എടുത്താൽ ഡെസ്ക്ടോപ്പിലുള്ള ഫയലുകൾ വരും. അപ്പോൾ ഇവിടെ കുറേ ഫോൾഡേഴ്സ് ആണുള്ളത്. ഇപ്പോൾ ഫോൾഡറിനകത്തുള്ള ഏതെങ്കിലും ഫയൽ നമ്മൾ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം? ആ ഫയലിൽ ഡെസ്ക്ടോപ്പിൽ പിന്നെ നമ്മൾ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. സാധാരണ യൂസർ നെയിമാണ്. ഇപ്പം ഡെസ്ക്ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പിൽ നമ്മൾ ഫയലുകൾ സെലക്ട് ചെയ്യാം. പിന്നെ അതുപോലെ ഇപ്പോൾ റീസെൻ്റ്ലി യൂസ്ഡ് അത് നമ്മൾ അവസാനം ഇപ്പം ഏറ്റവും ലാസ്റ്റ് ഉപയോഗിച്ച ഫയലുകൾ അതാണ് റീസെൻ്റ്ലി വരിക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിച്ച ഫയലുകൾ ഏതൊക്കെയാണ് അത് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും റീസെൻ്റ്ലി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ എന്ത് ചെയ്യാം? ഫയൽ ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഫയൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ആ ഫയൽ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ഇവിടെ നമ്മൾ ഓൾ ഫയൽസ് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് സെപ്പറേറ്റ് പർട്ടിക്കുലർ ഫയൽ ടെക്സ്റ്റ് ഫയൽ അത് സ്പ്രെഡ്ഷീറ്റ് ഫയൽ മാത്രമാണെങ്കിൽ സ്പ്രെഡ്ഷീറ്റ് ഫയലിന് മാത്രം കൊടുത്താൽ സ്പ്രെഡ്ഷീറ്റ് ഫയൽ മാത്രം വരും കേട്ടോ. അപ്പോൾ സ്പ്രെഡ്ഷീറ്റ് ഫയലുകൾ മാത്രം വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ TDS2 ഒരു ഫയൽ ഓപ്പൺ ചെയ്യാന്ന് ലൈക്ക് ക്ലാസ് CSV. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫയൽ സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയൽ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഫയൽ ഓപ്പൺ ആവും. ഉണ്ടാവും ഇങ്ങനെ ഫയൽ ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ അത് നേരത്തെ നമ്മൾ ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യാനാണ് ഓപ്പൺ എന്നുള്ളത് ഉപയോഗിക്കാം. പിന്നെ വരുന്നത് സേവ് ആണ്. സേവ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഓൾറെഡി ഒരു ഫയൽ ഇപ്പോൾ പുതിയതായിട്ട് ഉള്ള ഫയൽ അല്ലെങ്കിൽ നേരത്തെ ഉള്ള ഫയലാണെങ്കിൽ സേവ് കൊടുത്താൽ നമ്മൾ ഇപ്പം നേരത്തെ നമ്മൾ ഒരു ഫയൽ ചെയ്തു, ആ ഫയൽ ഓപ്പൺ ചെയ്തു, അത് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയി ചേർത്തു. ഇത് നമ്മളത് സേവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക? ഫയലിൽ സേവ് കൊടുത്താൽ മതി. അപ്പോൾ അത് സേവ് ആയി വരും. അപ്പോൾ നമ്മളത് അവിടെ പേര് ചോദിക്കില്ല, കാരണം ഓൾറെഡി ഒരു പേര് അവിടെ ഉണ്ട്. അതുകൊണ്ട് അതിന് ഫയൽ രണ്ടാമത് സേവ് ചെയ്യുമ്പോൾ എന്തില്ല പേര് ചോദിക്കില്ല, അത് സേവ് ആയി പോവുകയുള്ളൂ. നമ്മളിപ്പോൾ പുതിയൊരു ഫയലാണെങ്കിൽ എന്ത് ചെയ്യും? ആദ്യമായിട്ട് ചെയ്തൊരു ഫയൽ അൺടൈറ്റിൽഡ് ഫയലാണെങ്കിൽ എന്ത് ചെയ്യും? അത് ചോദിക്കും. ഇപ്പം നമ്മളിപ്പോൾ അൺടൈറ്റിൽഡ് 1 കേട്ടോ, ഈ ഫയലിൻ്റെ പേര് അൺടൈറ്റിൽഡ് 1 ആണ്. അപ്പോൾ നമ്മളിത് സേവ് ചെയ്യുമ്പോൾ ഫയലിൽ സേവ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ പേര് ചോദിക്കും കേട്ടോ. ഇവിടെ നെയിം അൺടൈറ്റിൽഡ് എന്നുള്ളത് അല്ല. അപ്പോൾ ഒന്നാമത്തെ ഫയലിൻ്റെ പേര് അൺടൈറ്റിൽഡ് 1 ആയിരിക്കും, രണ്ടാമത്തെ അൺടൈറ്റിൽഡ് 2, അൺടൈറ്റിൽഡ് 3 അങ്ങനെയാണ് കണ്ടിന്യൂസ് ആയിട്ട് വരിക. പിന്നെ ബൈ ഡിഫോൾട്ട് ഇത് സേവ് ചെയ്യുന്നത് യൂസർ ഡോക്യുമെൻറ്റ്സിനുള്ള ഫോൾഡറിലാണ് സേവ് ചെയ്യുക. അപ്പോൾ നമുക്ക് മാറ്റണമെങ്കിൽ നമുക്ക് അത് ഡെസ്ക്ടോപ്പിലേക്ക് മാറ്റണമെങ്കിൽ ഡെസ്ക്ടോപ്പ് ഇവിടെ സെലക്ട് ചെയ്യാം. ഈ ഡെസ്ക്ടോപ്പിൻ്റെ ഒരു പർട്ടിക്കുലർ ഫോൾഡറിലാണ് സേവ് ചെയ്യണമെങ്കിൽ ആ ഫോൾഡർ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക്, അപ്പോൾ ആ ഫോൾഡറിലേക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെ വീണ്ടും ഒരു ഫോൾഡർ വന്നിരിക്കുന്നത് അക്കൗണ്ടൻസി പാർട്ട് 1. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വേണമെങ്കിൽ സേവ് ചെയ്യാം. ബൈ ഡിഫോൾട്ട് വരുന്നത് യൂസറിൽ ഡോക്യുമെൻറ്റ്സ് എന്നുള്ളതിനാണ് സാധാരണ രീതിയിൽ ബൈ ഡിഫോൾട്ടായിട്ട് പോവുക. അത് നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ അതിൻ്റെ പേര് കൊടുക്കാം. അൺടൈറ്റിൽഡ് നിന്നാണ് ഉണ്ടാവുക, അതിന് പകരം പേര് മാറ്റി ഇവിടെ നമുക്ക് പേര് കൊടുക്കാം. അപ്പോൾ പേര് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ഡാറ്റയാണ് നമ്മൾ സേവ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെടുന്ന ഒരു പേരായിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ C2 ക്ലാസ്സിൻ്റെ C2 മാർക്ക് ലിസ്റ്റാണ് നമ്മൾ സേവ് ചെയ്തിരിക്കുക. അപ്പോൾ C2 മാർക്ക് ലിസ്റ്റ്, അപ്പോൾ നമുക്ക് മനസ്സിലാവും C2ലെ മാർക്ക് ലിസ്റ്റാണ് ആ ഫയൽ. അപ്പോൾ നമുക്ക് പിന്നീട് ഫയൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ വേണം പേര് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ യൂസർ എന്നുള്ളതിൽ ഇപ്പോൾ നമ്മളല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഡെസ്ക്ടോപ്പിൽ കൊടുക്കുന്നിരിക്കാം. അപ്പോൾ ഡെസ്ക്ടോപ്പിൽ നമ്മൾ കൊടുത്തു മാർക്ക് ലിസ്റ്റ്, സേവ് കൊടുത്തു, അപ്പോൾ സേവ് ആയി. അപ്പോൾ സേവ് ആകുമ്പോൾ ഇവിടെ നമുക്ക് പോകാം മാർക്ക് ലിസ്റ്റ് .ods കണ്ടോ, ODS നമ്മൾ കൊടുത്തിട്ടില്ല. അത് ബൈ ഡിഫോൾട്ട് എന്താണ് സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്ന ഒരു എക്സ്റ്റൻഷനാണ്, ഫയൽ എക്സ്റ്റൻഷനാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് സ്പ്രെഡ്ഷീറ്റ് ഫയലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ODS എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് എ സ്പ്രെഡ്ഷീറ്റ് ഫയൽ. അപ്പോൾ എല്ലാ സ്പ്രെഡ്ഷീറ്റ് ഫയലിൻ്റെയും എക്സ്റ്റൻഷൻ എന്തായിരിക്കും? എല്ലാ സ്പ്രെഡ്ഷീറ്റിനും നമ്മൾ ഈ ലിബർ ഓഫീസ് കാൽക്കിൽ വരുന്ന സ്പ്രെഡ്ഷീറ്റ് ഫയലിൻ്റെ എക്സ്റ്റൻഷനൊക്കെ ODS ഓപ്പൺ ഡാറ്റ ഷീറ്റ് എന്നാണ് അത് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമുക്കതിനെ സേവ് ചെയ്യാം. ഇനി ഇതേ ഫയൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വേറൊരു പേര് കൊടുത്ത് സേവ് ചെയ്തിട്ട് സേവ് ആസ് കൊടുക്കാം. അപ്പോൾ നേരത്തെ നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ഫയൽ ഓപ്പൺ ചെയ്തു എന്താ, അപ്പോൾ അവിടെ +C2 മാർക്ക് ലിസ്റ്റിന് വരും, ഓൾറെഡി ഉള്ള പേര് അവിടെ വരും. ആ പേര് നമുക്ക് എന്ത് ചെയ്യാം? മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ മാർക്ക് ലിസ്റ്റ് നേരത്തെ ഒരു മാർക്ക് ലിസ്റ്റ് തയ്യാറാക്കി, അതിനുശേഷം എന്ത് ചെയ്യുന്നു? ചെറിയ കറക്ഷൻസ് ഒക്കെ വരുത്തി. ഇനി ഇത് എന്ത് ചെയ്യണം? മറ്റേ ഫയൽ അവിടെ തന്നെ വേണം നമുക്ക്. ഇത് വേറെ എന്ത് ചെയ്യണം? ഇപ്പം ചെയ്ത ഫയൽ പുതിയൊരു ഫയലായിട്ട് വരണം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമ്മളിപ്പോൾ എന്താ ഇത് C2 മാർക്ക് ലിസ്റ്റ് 2 എന്ന് കൊടുത്തു. അപ്പോൾ അത് പുതിയൊരു ഫയലായി മാറി. അപ്പോൾ സേവ് കൊടുത്തു. ഇനി നമ്മളിത് നേരത്തെ അപ്പോൾ എന്താ C2 മാർക്ക് ലിസ്റ്റ് 2 എന്ന് വന്നു. ഇനി നമ്മളിപ്പോൾ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഫയൽ ഓപ്പൺ ഡെസ്ക്ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇപ്പോൾ ചെയ്ത ഫയലുകൾ നമുക്കിത് താഴെ കാണാൻ പറ്റും. C2 മാർക്ക് ലിസ്റ്റ് കേട്ടോ.
മാർക്ക് ലിസ്റ്റ് 2 ഉണ്ട്, മാർക്ക് ലിസ്റ്റ് ഉണ്ട്. രണ്ട് ഫയലായിട്ട്, രണ്ട് സെപ്പറേറ്റ് ഫയലാണ്. അപ്പോൾ നമുക്ക് ഈ ഫയൽ പിന്നീട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത ഒരു ഫയലിൻ്റെ എന്ത് ചെയ്യണം, പുതിയ വേർഷൻസ്, ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ഫയൽ നമുക്ക് പഴയതുപോലെ തന്നെ ഉണ്ടാകും വേണം. അപ്പോൾ മാറ്റം വരുത്തിയ ഫയൽ പുതിയൊരു ഫയലായിട്ട് വേണം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കാം. കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പുതിയൊരു ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ രണ്ടാമത് വരുന്ന ഓപ്പൺ, നിലവിലുള്ള ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഈ ഐക്കൺ, ഇത് ഒരു ഫയൽ ഓപ്പണിൻ്റെ ഒരു ഐക്കൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്താൽ പുതിയ ഫയൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതിനകത്ത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് പുതിയ ഫയൽ ഓപ്പൺ ചെയ്യാം. ഇനി ഇതുപോലെ തന്നെ സേവ് ചെയ്യണമെങ്കിൽ മൂന്നാമത് കൂടി ഒരു ഐക്കണാണ്, സേവ് എന്നുള്ള ഐക്കൺ ഉണ്ട്. അതുപോലെ തന്നെ Ctrl+S ഉപയോഗിക്കാം. അപ്പോൾ സേവ് ചെയ്യാം. ഫയൽ നെയിം കൊടുത്തിട്ട് നേരത്തെ ചെയ്തപോലെ തന്നെ സേവ് ചെയ്യാൻ പറ്റും. ഷീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ അതിന് ഒരു ഷീറ്റ് മാത്രമേ ഉണ്ടാവും. ആ ഒരു ഷീറ്റിൽ എന്ത് ചെയ്യാം, ഷീറ്റിൻ്റെ പേര് ഷീറ്റ് 1 ആയിരിക്കും. ഇനി നമുക്ക് പുതിയൊരു ഷീറ്റ് ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഷീറ്റിൻ്റെ മേലെ നമ്മൾ മൗസ് വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് ഷീറ്റ് കൊടുക്കാം. അപ്പോൾ ഇൻസേർട്ട് ഷീറ്റ് കൊടുക്കുമ്പോൾ ചോദിക്കും ബിഫോർ ഷീറ്റ് ആണോ ആഫ്റ്റർ കറണ്ട് ഷീറ്റ്. അപ്പോൾ ബിഫോറിലാണെങ്കിൽ നമ്മൾ ഈ ഷീറ്റ് 1ൻ്റെ മുമ്പിലാണ് വരിക, ആഫ്റ്റർ കറണ്ട് ഷീറ്റാണ് ഈ ഷീറ്റിന് ശേഷമാണ് വരിക. ഇനി അതുപോലെ ഇവിടെ നമ്പർ ഓഫ് ഷീറ്റ്സ് ചോദിക്കുന്നത്, പുതിയ ഷീറ്റ് എത്ര ഷീറ്റ് വേണം, 1 വേണമെങ്കിൽ 1, അപ്പോൾ ഒരു ഷീറ്റ് വരും. 2 കൊടുത്താൽ 2 ഷീറ്റ് വരും. 3 കൊടുത്താൽ 3, അങ്ങനെ വരും. ഇപ്പോൾ ബിഫോർ കറണ്ട് ഷീറ്റാണ്. അപ്പോൾ നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഷീറ്റ് 2 എന്നുള്ളത് ഷീറ്റ് 1ൻ്റെ മുമ്പിലാണ് വരുന്നത്. ഇപ്പോൾ ആഫ്റ്റർ എന്ന് കൊടുത്താൽ ഇതിന് ശേഷമാണ് വരിക. അപ്പോൾ ഇതാണ് ഒരു രീതി, പുതിയ ഷീറ്റ് ആഡ് ചെയ്യാൻ വേണ്ടി. ഇനി രണ്ടാമത്തെ രീതി പറഞ്ഞാൽ നമ്മളിവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാം. ഈ പ്ലസ് ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ പുതിയൊരു ഷീറ്റ് നമ്മൾ ഇപ്പോൾ ഉള്ള ഷീറ്റിന് ശേഷം വരും കേട്ടോ, ലാസ്റ്റിലാണ് വരും, ആഫ്റ്റർ വരിക ഷീറ്റ് 3. ഇനി ഒന്നുകൂടി പ്രസ് ചെയ്യുമ്പോൾ വീണ്ടും പുതിയ ഷീറ്റ് വരും, ഷീറ്റ് 4. ഇങ്ങനെ എത്ര ഷീറ്റ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ നമുക്കിപ്പോൾ ഷീറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നേരത്തെ നമ്മളിതിൻ്റെ രീതിയാണ് പറഞ്ഞത്. മൂന്നാമത്തെ ഒരു രീതിയാണ് ഷീറ്റ്. ഇവിടെ നമുക്ക് ഷീറ്റ് ടാബ് കാണാം. ഈ ഷീറ്റ് ടാബിൽ ഇൻസേർട്ട് ഷീറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ പുതിയ ഷീറ്റ് ബിഫോറോ കറണ്ട് ഷീറ്റിന് മുമ്പിലോ ശേഷമോ നേരത്തെ ചെയ്ത പോലെ പുതിയ ഷീറ്റ് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് ഇപ്പോൾ എല്ലാ ഷീറ്റിൻ്റെ പേര് കൊടുക്കാം. ഷീറ്റ് 1, ഷീറ്റ് 2, 3, 4, 5 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരിക. അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ഒരു ഷീറ്റിനകത്ത്, ഒന്നാമത്തെ ഷീറ്റിനകത്ത് നമ്മളിപ്പോൾ ഫസ്റ്റ് ടേമിലെ എക്സാമിൻ്റെ മാർക്ക് കൊടുത്ത്, രണ്ടാമത്തെ ഷീറ്റ് സെക്കൻഡ് ടേം, മൂന്നാമത്തെ ഷീറ്റിൽ 3 തേർഡ് ടേം അങ്ങനെ കൊടുത്ത് വെച്ചാൽ അപ്പോൾ ഈ ഷീറ്റിൻ്റെ പേര് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോൾ ഷീറ്റ് 1ൻ്റെ പേര് നമ്മൾ എന്ത് ചെയ്യുന്നു, ടേം 1 എന്ന് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ചെയ്തത് മൗസ് നമ്മൾ ഇവിടെ കൊണ്ട് വെക്കുന്നു, ഷീറ്റിൻ്റെ മേലെ വെക്കുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റീനെയിം എന്ന് കൊടുക്കുക, റീനെയിം ഷീറ്റ്. അപ്പോൾ റീനെയിം, അപ്പോൾ ഇവിടെ ഷീറ്റ് 1 ഉണ്ടാവും, അത് മാറ്റി കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ടേം 1 കൊടുക്കുക, ടേം 1 ഓക്കെ കൊടുക്കും. അപ്പോൾ ആ ഷീറ്റിൻ്റെ പേര് മാറി കേട്ടോ, ടേം 1 ആയി. ഇനി രണ്ടാമത്തെ ഷീറ്റിൻ്റെ പേര് ടേം 2 ആക്കണം. അപ്പോൾ അതും ഇതുപോലെ തന്നെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റീനെയിം ഷീറ്റ് കൊടുക്കുന്നു, ടേം 2 എന്ന് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഷീറ്റുകളുടെ പേര് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. ഇനി മൂന്നാമത് പറഞ്ഞത് നമുക്കിപ്പോൾ ഇപ്പോൾ ഈ ഷീറ്റ് 3 വേണ്ട, ആവശ്യമില്ല, അത് ഒഴിവാക്കണം. അപ്പോൾ ഒഴിവാക്കണമെങ്കിൽ നമുക്ക് അത് ഡിലീറ്റ് ചെയ്യണം. ഇപ്പോൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇതേ ഉള്ളൂ, നേരത്തെ ഇപ്പോൾ ചെയ്ത പോലെ തന്നെയാണ്. ഷീറ്റിൻ്റെ മേലെ മൗസ് വെക്കുന്നു, ഷീറ്റ് ടാബിൻ്റെ മേലെ മൗസ് വെക്കുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ഷീറ്റിന് വയ്ക്കുക കൊടുക്കും. അപ്പോൾ ചോദിക്കും ആർ യു ഷുവർ യു വാണ്ട് ടു ഡിലീറ്റ് ദ സെലക്ടഡ് ഷീറ്റ്, യെസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഷീറ്റ് ഡിലീറ്റ് ആവും. അപ്പോൾ ഷീറ്റ് 4 ഡിലീറ്റ് ചെയ്തിട്ട് ഷീറ്റ് 4ൻ്റെ മേലെ വെക്കുന്നു, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ഷീറ്റ് കൊടുക്കുക, യെസ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഷീറ്റുകൾ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, റീനെയിം ചെയ്യാം, ഒക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വർക്ക്ഷീറ്റുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഒരു വർക്ക് ബുക്ക് അല്ലെങ്കിൽ വർക്ക് ഷീറ്റ് നമ്മൾ ക്ലോസ് ചെയ്യണമെങ്കിൽ ഫയലിനകത്ത് ക്ലോസ് എന്നുള്ള ഓപ്ഷൻ എടുക്കാം. ക്ലോസ് എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫയൽ ക്ലോസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കത് കാണാം, ലിബർ ഓഫീസിൻ്റെ അകത്ത് നിന്ന് നമ്മൾ പോയില്ല, എന്ന് മാത്രമല്ല ആ ഫയൽ മാത്രമാണ് നമ്മൾ ക്ലോസ് ചെയ്തത്. നമ്മൾ പിന്നെ ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഏത് ഫയൽ വേണമെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഇവിടെ ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ ഉള്ള ഫയൽ ഓപ്പൺ ചെയ്തെടുക്കും, ഇത് ഓപ്പൺ ആയിട്ട് വരും. ഇനി നമ്മൾ ഇതിനകത്ത് ലിബർ ഓഫീസിനകത്ത് നിന്ന് എക്സിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മൾ എക്സിറ്റ് ലിബർ ഓഫീസ് എന്നുള്ളത് കൊടുക്കാം. ഇനി അതുപോലെ
ഈ ഫയൽ നമുക്ക് ഒരു ഫയൽ ക്ലോസ് ചെയ്യണമെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു ക്ലോസ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കാം. ഇനി അത് കൂടാതെ നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു ഇൻറ്റു മാർക്ക് വേണം, ക്ലോസ് മാർക്ക്. അപ്പോൾ ഈ ക്ലോസ് ബട്ടൺ ക്ലോസ് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഫയൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഫയൽ ക്ലോസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ആവും. കണ്ടോ? അപ്പോൾ ഇനി നമ്മൾ വീണ്ടും ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഒന്നുകൂടി ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തു. ഇപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഫയൽ ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞു. ഒന്ന് ഫയലിൽ ക്ലോസ് എന്ന ഓപ്ഷൻ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഈ റൈറ്റ് ബട്ടൺ ഇതിനകത്തുള്ള ഈ ഫയൽ. അപ്പോൾ ഇത് ഇവിടെ നമുക്ക് രണ്ട് ഇൻറ്റു മാർക്ക് കാണാം. ഇത് താഴത്തെ ഇൻറ്റു മാർക്കാണെങ്കിൽ ഈ പർട്ടിക്കുലർ ഫയൽ ക്ലോസ് ചെയ്യും. മേലത്തെ ഇൻറ്റു മാർക്കാണെങ്കിൽ ലിബർ ഓഫീസ് കാൽക്കിനുള്ള സിസ്റ്റം തന്നെ ക്ലോസ് ചെയ്യും. ലിബർ ഓഫീസ് കാൽക്ക് നമ്മൾ കിട്ടിയെങ്കിൽ നേരത്തെ പറഞ്ഞു ഫയലിൽ നിന്നും എക്സിറ്റ് ലിബർ ഓഫീസാണ് ക്ലിക്ക് ചെയ്യുന്നത്. എക്സിറ്റ് ലിബർ ഓഫീസ് ക്ലിക്ക് ചെയ്താൽ ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് പോകാം. ഇനി നമ്മൾ വീണ്ടും ഇത് ഓപ്പൺ ചെയ്തേക്കും. ഒന്നുകൂടി ഓപ്പൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഓഫീസ് ലിബർ ഓഫീസ് കാൽക്ക് എടുക്കാം. ലിബർ ഓഫീസ് കാൽക്ക് എടുക്കുന്നു. നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഫയലിൽ ക്ലോസ് ലിബർ ഓഫീസിന് എക്സിറ്റ് ചെയ്യണം, എക്സിറ്റ് ലിബർ ഓഫീസിന് കൊടുക്കാം. ഇനി അതല്ലാതെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു വലിയ ക്ലോസ് വിൻഡോ കാണാം. ഇപ്പോൾ രണ്ട് ക്ലോസ് വിൻഡോ ഉണ്ട്. താഴത്തെ ഇത് ക്ലോസ് ഡോക്യുമെൻ്റ് ആണ്. ഈ ഫയൽ പർട്ടിക്കുലർ ഫയൽ നമ്മൾ ക്ലോസ് ചെയ്യാനാണ്. ഇപ്പോൾ ഇവിടെ അൺടൈറ്റിൽഡ് എന്ന് പറഞ്ഞ ഫയലാണ്. ആ ഫയൽ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ക്ലോസ് ഡോക്യുമെൻ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ആ ഫയൽ ക്ലോസ് ആവും. ഇനി നമുക്ക് ഈ ലിബർ ഓഫീസ് കാൽക്ക് മൊത്തമായിട്ട് ക്ലോസ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലോസ് വിൻഡോ ഇവിടെ കാണാൻ പറ്റും. ക്ലോസ് വിൻഡോ കാണാം. ഈ ക്ലോസ് വിൻഡോ ക്ലിക്ക് ചെയ്താൽ ലിബർ ഓഫീസ് കാൽക്കിന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. സ്പ്രെഡ്ഷീറ്റ് നാവിഗേഷനാണ്. നമ്മളൊരു സ്പ്രെഡ്ഷീറ്റിനകത്ത് എങ്ങനെയാണ് മൂവ് ചെയ്തത് അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതിനാണ് സ്പ്രെഡ്ഷീറ്റ് നാവിഗേഷൻ വരെ മൂവ്മെന്റ്സ്. മൗസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ മൗസ് ഉപയോഗിച്ച് ഓരോ സെല്ലിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ മൗസ് റെക്റ്റാങ്കിൾ ഇതാണ് മൗസിൻ്റെ ഇതാണ് എന്താ പറയുന്നത്, ഈ റെക്റ്റാങ്കിൾ ആയിട്ടുള്ള ഇതിനാണ് മൗസ് പോയിന്റ് എന്ന് പറയുക. ഈ മൗസ് പോയിന്റ് നമ്മൾ എവിടെയാണോ കൊണ്ടുവെക്കുന്നത് ആ സെല്ലിനകത്താണ് നമുക്ക് ഡാറ്റ എൻട്രി ചെയ്യുന്നത്. അപ്പോൾ മൗസ് പോയിന്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നാവിഗേറ്റ് ചെയ്യാം യൂസിങ് മൗസ് പോയിന്റ്. അപ്പോൾ പ്ലേസ് ദ മൗസ് പോയിന്റ്, നമുക്ക് ഏത് സെല്ലിലാണോ നമുക്ക് ഡാറ്റ എൻട്രി ചെയ്യുന്നത് മൗസ് അവിടെ കൊണ്ടിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ സെല്ല് ആക്റ്റീവ് ആവും. അപ്പോൾ ആ സെല്ലിനകത്ത് നമുക്ക് ഡാറ്റ എൻട്രി ചെയ്യാൻ പറ്റും. അതാണ് യൂസിങ് മൗസ് പോയിന്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് യൂസിങ് സെൽ റെഫറൻസ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ മേലെ നമുക്ക് ഒരു നെയിം ബോക്സ് ആണ് ഏറ്റവും ടോപ്പിൽ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ ഏറ്റവും ടോപ്പിൽ. ഇപ്പോൾ ഏത് സെൽ, ഇപ്പോൾ നമ്മൾ പോയി C2 എന്നുള്ള സെല്ലിലാണ് ഇതിനകത്ത് ഇപ്പം ഉള്ളത്. നമുക്ക് വേറെ സെല്ല് ഇപ്പം D10 അല്ലെ B10 എന്നുള്ള സെല്ലിലേക്ക് പോകണമെങ്കിൽ നമ്മൾ മൗസ് ഇവിടെ കൊണ്ടുപോകാം. ഈ C2 കണ്ടോ, ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ മൗസ് വെച്ചിട്ട് എന്താ ജസ്റ്റ് അവിടെ ടൈപ്പ് ചെയ്താൽ മതി. D10 ടൈപ്പ് ചെയ്താൽ ആ സെല്ലിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ എവിടെയാണ് നമ്മൾ വേണ്ടത് ആ സെല്ലിൽ കൊണ്ട് അവിടെ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് നമ്മൾ ആ സെല്ലിൻ്റെ അഡ്രസ്സ് കൊടുത്താൽ സെൽ അഡ്രസ്സ് കൊടുത്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ സെല്ലിനകത്തേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് യൂസിങ് സെൽ റെഫറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ യൂസിങ് നാവിഗേറ്റർ. ഇപ്പം ക്ലിക്ക് ഓൺ നാവിഗേറ്റർ ബട്ടൺ ഇൻ ദ വെർട്ടിക്കൽ സ്ക്രോൾ ബാർ. ഇപ്പോൾ വെർട്ടിക്കൽ സ്ക്രോൾ ബാറിനകത്ത് നാവിഗേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ F5 പ്രസ് ചെയ്യാം. F5 പ്രസ് ചെയ്തിട്ട് അവിടെ നമ്മൾ കോളത്തിൻ്റെ പേരും റോൻ്റെ നമ്പറും കൊടുത്താൽ മതി. കോളം നെയിം ആൻഡ് റോ നമ്പർ എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് മൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അടുത്തായി നമുക്ക് ലിബർ ഓഫീസ് കാൽക്കിനകത്തുള്ള നാവിഗേഷൻ എങ്ങനെ നമുക്ക് ഇതിനകത്ത് മൂവ് ചെയ്യാം. ബൈ ഡിഫോൾട്ട് ഞാൻ പറഞ്ഞു നമ്മൾ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുമ്പം A1 എന്നുള്ള സെല്ലിനകത്താണ് ഫസ്റ്റ് ഡാറ്റ എൻട്രി ചെയ്യാൻ സാധിക്കുന്നത്. അത് ഡിഫോൾട്ടായിട്ട് എവിടെയാണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എൻട്രി ചെയ്യുമ്പോൾ A1 എന്നുള്ള സെല്ലിനകത്താണ് എൻട്രി. ഇത് നമുക്കിത് വേറെ ഏതെങ്കിലും പർട്ടിക്കുലർ സെല്ലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഈ മൗസ് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഏത് സെല്ലിലേക്കാണോ വേണ്ടത്, ഇപ്പോൾ F8, അപ്പോൾ നമ്മൾ അവിടെ ഡാറ്റ എൻട്രി ചെയ്യുമ്പോൾ അവിടെയാണ് വരുന്നത്. എൻട്രി കീ പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ റെക്റ്റാങ്കിൾ എവിടെയാണ് വരുന്നത്, ഈ റെക്റ്റാങ്കിൾ വരുന്നതാണ് മൗസ് പോയിന്റ് വരുന്നത്. മൗസ് പോയിന്റ് ഏത് സെല്ലിനകത്ത് ഉള്ളത് ആ സെല്ലാണ് ആക്റ്റീവ് സെല്ലായിരിക്കാം. ആ സെല്ലിനകത്താണ് ഡാറ്റ എൻട്രി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ മൗസ് ഏത് സെല്ലിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സെല്ല് ആക്റ്റീവ് സെല്ലായിട്ട് മാറും. ഈ മറ്റൊരു സെല്ലിലേക്ക് നമുക്ക് സെല്ലിലേക്ക് പോയിട്ട് മറ്റൊരു രീതി നമ്മളിത് നെയിം ബോക്സ്, ഇവിടെ നമുക്ക് നെയിം ബോക്സ് വേണം. ഈ നെയിം ബോക്സ് നമ്മളിവിടെ ഒരു സെല്ലിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ സെല്ലിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ഇപ്പോൾ നമ്മൾ K10
10 കൊടുത്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യാം. എൻ്റർ കീ പ്രസ് ചെയ്യാം. അപ്പോൾ അത് K10 എന്നുള്ള സെല്ലിലേക്ക് വരും. അപ്പോൾ നമ്മൾ ആ പർട്ടിക്കുലർ സെല്ലിലേക്ക് ഡാറ്റ എൻ്റർ ചെയ്യുന്നത് എന്ത് ചെയ്യാം? നമുക്ക് രണ്ട് രീതി, ഇന്നത്തെ രീതി വന്ന് നമ്മൾ മൗസ് ഉപയോഗിച്ചിട്ട് ഏത് സെല്ലാണോ ആ സെല്ലിൽ ക്ലിക്ക് ചെയ്തു. രണ്ടാമത് നെയിം ബോക്സിൽ പോയിട്ട് അവിടെ നമുക്ക് സെല്ലിൻ്റെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ G10 എന്ന് നമുക്ക് എന്ത് ചെയ്യാം? പർട്ടിക്കുലർ സെല്ലിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും. അത് സെൽ നാവിഗേഷനാണ്. ഇനി മറ്റൊരു രീതി, നമുക്കിവിടെ റൈറ്റ് സൈഡിൽ കുറേ ഐക്കൺസ് കാണാം. ഇത് നാവിഗേറ്റർ എന്ന് പറഞ്ഞ ഐക്കൺ കാണാം, നാവിഗേറ്റർ. ഈ നാവിഗേറ്ററിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ സെൽ അഡ്രസ്, ഇപ്പോൾ ബൈ ഡിഫോൾട്ട്, അതായത് നമ്മളിപ്പോൾ കറണ്ട് സെല്ലാണ് ഇവിടെ കാണിക്കുന്നത്. അത് മാറ്റി നമുക്ക് അതിൻ്റെ കോളം നെയിമും റോൾ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ സെല്ലിലേക്ക് പോകാൻ പറ്റും. ഇപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ കൊടുക്കാം, E10 എന്ന് കൊടുക്കും. താഴെ റോൾ നമ്പർ കൊടുക്കാം, കോളം പേരും കൊടുക്കുന്നു. പിന്നെ E10 റോൾ നമ്പർ 12 കൊടുക്കാം. എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യാം. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ E12ലേക്ക് വരും. അപ്പോൾ ഇങ്ങനെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? സെല്ലിലേക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് മൂവ് ചെയ്യുന്നതിന് ഈ 3 രീതികളാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്.